സുഹൈൽ, ഇപ്പോൾ ഈ വലയ്ക്കകത്തേക്ക് യുവാവിനെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. കൈയും കാലും ബന്ധിപ്പിച്ച് ഈ വലയ്ക്കകത്ത് കയറ്റിയതിനു ശേഷം വടം ഉപയോഗിച്ച് താഴേക്ക് ഇറക്കുക എന്നുള്ളതാണ് ഫയർഫോഴ്സ് കാണുന്നത്. ആദ്യഘട്ടത്തിൽ യുവാവിന്റെ ശരീരത്തിൽ തന്നെ ഈ വടം കെട്ടി പുറത്തിറക്കാനായിട്ട് താഴേക്ക് ഇറക്കാൻ ഒരു ശ്രമം നടത്തിയ സമയത്താണ് യുവാവ് വീണ്ടും ബലം പ്രയോഗത്തിൽ നടത്തി ഉദ്യോഗസ്ഥരടക്കം തട്ടിത്തെറിപ്പിച്ച് മുന്നോട്ട് ചാടാൻ ഒരു ശ്രമം നടത്തിയത്. ഇതോടുകൂടിയാണ് ആ വല തന്നെ പൂർണ്ണമായും താഴേക്ക് ഇറക്കി ഇപ്പോൾ യുവാവിനെ ഈ വലക്കകത്ത് ബന്ധിപ്പിച്ചിരിക്കുകയാണ്. കൈയും കാലും ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഈ വലക്കകത്ത് പൊതിഞ്ഞ് ഇനി യുവാവിനെ താഴേക്ക് ഇറക്കാനുള്ള ഒരു ശ്രമമാണ് ഫയർഫോഴ്സ് നടത്തുന്നത്. എത്രമാത്രം അപകടം നിറഞ്ഞ രീതിയിലാണ് ഈ ദൗത്യം മുന്നോട്ട് പോകുന്നത് നമ്മളെ ദൃശ്യങ്ങൾ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. കാരണം ആ യുവാവ് കിടക്കുന്ന ഭാഗം, അതായത് ആ കഷ്ടിച്ച് ഒരാൾക്ക് നിൽക്കാൻ കഴിയുന്ന ഒരു സ്ഥലമാണ്. ആ ഉദ്യോഗസ്ഥരുടെ കാല് നമുക്ക് കണ്ടാൽ മനസ്സിലാകും. ആ ഷെയ്ഡിന് പുറത്തേക്കാണ് പലരുടെയും കാല് നിൽക്കുന്നത്. അങ്ങനെ ഒരാൾക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പോലും കഴിയാത്ത ഒരു പ്രദേശമാണ്. അവിടെയാണ് ഈ യുവാവ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ യുവാവിനെ താഴേക്ക് ഇറക്കുക എന്ന് പറയുന്നത് കുറച്ചുകൂടി അപകടം നിറഞ്ഞാണ്. ഇപ്പോൾ ഈ കെട്ടിടത്തിന്റെ പുറകുവശത്തേക്ക് യുവാവിനെ കൊണ്ടുപോയി അതിലൂടെ ഇറക്കാനാണ് ശ്രമിക്കുന്നതെന്നുള്ളതാണ് നമുക്ക് തോന്നുന്നത്. കാരണം ഒന്നാമത്തെ നിലയിലാണ് ഇപ്പോൾ യുവാവും ഈ ഉദ്യോഗസ്ഥരും അടക്കമുള്ളത്. പുറകുവശത്തേക്ക് കൊണ്ടുപോയതിനു ശേഷം അതിലൂടെ കൊണ്ടുപോകാൻ ഒരു ശ്രമം, ആ ഷെയ്ഡിലൂടെ തന്നെ നടന്ന് പുറകുവശത്തെ ഒരു മേൽക്കൂരയുണ്ട്, താൽക്കാലിക മേൽക്കൂരയുണ്ട്. ആ മേൽക്കൂരയിലൂടെ ഇറക്കാനുള്ള ഒരു ശ്രമമാണ് ഫയർഫോഴ്സ് നടത്തുന്നത്. ഇനി അല്ലെങ്കിൽ ഒരുപക്ഷെ വടം കെട്ടി മുകളിൽ നിന്ന് താഴേക്ക് ഇറക്കാം എന്ന് പറഞ്ഞാലും യുവാവ് ഇപ്പോഴും വലിയ രീതിയിൽ ബലം പ്രയോഗിക്കുന്നുണ്ട്. ഇത് തന്നെയാണ് ഇപ്പോഴത്തെ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത്. യുവാവിന്റെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള ഒരു ചെറുത്തുനിൽപ്പ് അല്ലെങ്കിൽ രക്ഷപ്പെടാനുള്ള ഒരു ശ്രമം യുവാവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. ഉദ്യോഗസ്ഥർക്ക് നേരെയൊക്കെ തുടർച്ചയായി ബലപ്രയോഗം നടത്തുന്നു, അസഭ്യം പറയുന്നുണ്ട്. അങ്ങനെ തുടങ്ങി വലിയ രീതിയിലുള്ള ഒരു ബലപ്രയോഗം ഇപ്പോഴും യുവാവ് നടത്തുന്നുണ്ട്. കൈയും കാലും ബന്ധിപ്പിച്ചിട്ടുണ്ട്. യുവാവിനെ ഇപ്പോൾ പുറകിലേക്ക് മാറ്റി അതിലൂടെ താഴേക്ക് ഇറക്കാനാണ് ഫയർഫോഴ്സ് ശ്രമിക്കുന്നത്. ആകെയുള്ളത് ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് ആകെ ഒരു സുരക്ഷ എന്ന് പറയുന്ന ആ ലൂസ് ചെയ്ത് കൊടുക്കുന്ന ആ വടം മാത്രമാണ്. ആ വടത്തിന്റെ ഉറപ്പിൽ മാത്രമാണ് ഇപ്പോൾ ഇവനെയും ഈ യുവാവിനെയും കൊണ്ട് പോകുന്ന പട്ടാമ്പി സ്വദേശിയായിട്ടുള്ള 30 വയസ്സുള്ള യുവാവ് എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. അതായത് ഇവർ ഇരട്ടകളാണ്, അതായത് ഇരട്ട സഹോദരങ്ങളാണ് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് ഈ ഘട്ടത്തിൽ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പേര് വിവരം സംബന്ധിച്ച ഒരു ആശയക്കുഴപ്പം ഇപ്പോഴും പോലീസ് മുന്നോട്ട് വെക്കുന്നു. കാരണം ഇരട്ട സഹോദരന്മാരായതുകൊണ്ട് തന്നെ സഹോദരന്റെ തിരിച്ചറിയൽ കാർഡ് ബോധപൂർവ്വം ഈ ഷെയ്ഡിൽ ഉപേക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് കണക്ക് കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ആത്മഹത്യക്ക് ശ്രമിച്ച യുവാവിന്റെ വിവരങ്ങൾ സംബന്ധിച്ചും പോലീസ് സമാന്തരമായി അന്വേഷണം നടത്തുന്നുണ്ട്. പട്ടാമ്പി സ്വദേശി എന്നുള്ളത് മാത്രമാണ് നിലവിൽ ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രാദേശികമായി അവിടെ അടക്കം അന്വേഷണം നടത്താനുള്ള തീരുമാനത്തിലാണ്. ഇപ്പോൾ ഈ ദൗത്യത്തിന് നേതൃത്വം കൊടുത്ത സ്റ്റേഷൻ ഹൗസ് ഓഫീസർ നമുക്കൊപ്പം ചേരുകയാണ്. സാർ, 3-3.5 മണിക്കൂറായി അക്ഷരാർത്ഥത്തിൽ വലിയ ഒരു പ്രതിസന്ധിയിലായിരുന്നു നമ്മൾ ഉണ്ടായിരുന്നത്. അതെ, തീർച്ചയായിട്ടും ഒരു നിർണായകമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ തന്നെയായിരുന്നു. നമ്മളെല്ലാവരും, ജനങ്ങളും അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റും ഒരു മുൾമുളയിൽ നിന്ന ഒരു സന്ദർഭം കൂടിയായിരുന്നു. അക്രമാസക്തമായ ഒരു വ്യക്തിയെ എങ്ങനെ കീഴ്പ്പെടുത്താമെന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. പല ഘട്ടങ്ങളിലും അയാൾ തിരിച്ച് പ്രകോപിക്കുന്ന രീതിക്ക് ഓട്, കല്ല് തുടങ്ങി എറിയുന്നുണ്ടായിരുന്നു. നമ്മുടെ ജീവനക്കാർക്ക് പലർക്കും നേരിയ തോതിലുള്ള പരിക്കുകൾ പറ്റിയിട്ടുണ്ടായിരുന്നു. നമ്മൾ അവസാനം അവലംബിച്ചതെന്ന് പറഞ്ഞാൽ സൺഷൈനിൽ നിന്ന് ഉള്ള വ്യക്തിയുടെ ശ്രദ്ധ തിരിച്ചതിന് ശേഷം മുകളിൽ നിന്ന് നെറ്റ് ഇട്ടാണ് അദ്ദേഹത്തിനെ കീഴ്പ്പെടുത്തിയത്. എന്തായാലും ഒരു സാഹസികമായ ഒരു ദൗത്യമാണ് ഫയർഫോഴ്സിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇപ്പോൾ ആ യുവാവിനെ താഴേക്ക് ഇറക്കാനുള്ള ഒരു ശ്രമം, അതായത് ഈ കെട്ടിടത്തിന്റെ പുറകുവശത്തേക്ക് എത്തിച്ച് അവിടെ നിന്ന് യുവാവിനെ ഇറക്കാനാണ് ഇപ്പോൾ ശ്രമം നടത്തുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, വലയിൽ പൊതിഞ്ഞ യുവാവിനെ ഈ ഭാഗത്തേക്കാണ് കൊണ്ടുവരിക. ഇപ്പോൾ നമ്മൾ ദൃശ്യത്തിൽ കാണുന്ന ആ ഭാഗത്തേക്ക് കൊണ്ടുവരും എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ ഈ പുറകുവശത്തെ വീട്ടിലേക്ക് അവിടെ എത്തിച്ചിട്ടുണ്ട്. ഇതിലൂടെ ഇറക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് കണക്ക് കൂട്ടാൻ കഴിയുന്നത്. ഇപ്പോൾ നമുക്ക് കാണാം, അവിടെ ആ ഭാഗത്ത് യുവാവിനെ എത്തിച്ചിട്ടുണ്ട്. ഇവിടെ താൽക്കാലികമായി ഈ വീടിന്റെ മുകളിലത്തെ 1ാമത്തെ നിലയാണ്. ആ നിലയിലെ ഭാഗമാണ് ഈ ഭാഗമാണ് അവിടെ എത്തിച്ചിട്ടുണ്ട്. ഇറക്കുകയാണ് യുവാവിനെ ഇപ്പോൾ ദൃശ്യത്തിൽ കാണുന്നത്. ആ യുവാവിനെ ഇങ്ങോട്ടേക്ക് ഇറക്കിക്കൊണ്ടുവരുന്നതാണ് ദൃശ്യത്തിൽ കാണുന്നത്. എത്രമാത്രം സാഹസികമായ ഒരു ദൗത്യമാണ് ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും പോലീസും നടത്തിയതെന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. കാരണം സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തിക്കൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥരും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും നടത്തിയ ജീവൻ മരണ പോരാട്ടത്തിനൊടുവിലാണ് ഒരു യുവാവിന്റെ ജീവൻ രക്ഷിക്കാനായത്. അതൊരു ആത്മഹത്യയാണെങ്കിൽ പോലും അവിടെ ഒരു ജീവൻ രക്ഷിക്കുക എന്നുള്ള ഒരു പ്രഥമ കർത്തവ്യത്തിലേക്ക്, അല്ലെങ്കിൽ ആ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി വളരെയധികം സംയമനം പാലിച്ചുകൊണ്ടുള്ള ഒരു ദൗത്യം, ആ ദൗത്യത്തിലേക്കാണ് കടന്നത്. ഇപ്പോൾ നമുക്ക് കാണാം, ആ വലക്കുള്ളിൽ ആ യുവാവുണ്ട്. കാലുകളെല്ലാം ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ യുവാവിനെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത്. ആശുപത്രിയിലേക്ക് മാറ്റും എന്നുള്ളതാണ് പറയുന്നത്. നിരവധി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്കടക്കം പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ദൗത്യത്തിനിടയിൽ നിരന്തരം ഈ യുവാവ് ഓടും. അഭിനന്ദനാർഹമാണ് പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും ഇടപെടൽ. ആത്മഹത്യക്ക് തയ്യാറെടുക്കുന്നതിന്റെ ആ പകുതി ധൈര്യം
മാത്രം മതി ശിഷ്ടകാലം ജീവിച്ചു തീർക്കാൻ. ആ ബോധ്യമുണ്ടെങ്കിൽ ഇത്തരം കാഴ്ചകൾ നമ്മൾക്ക് ഇനി കാണാൻ സാധിക്കില്ല. അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ. എന്തായാലും ആത്മഹത്യക്ക് ശ്രമിച്ച യുവാവിനെ മണിക്കൂറുകൾക്ക് ശേഷം അതിസാഹസികമായി കൃത്യമായ ആക്ഷൻ പ്ലാനോടുകൂടി ഫയർഫോഴ്സും പോലീസും കീഴ്പ്പെടുത്തി രക്ഷപ്പെടുത്തി താഴേക്ക് ഇറക്കിയിരിക്കുന്ന വാർത്തയാണ് തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജി റിപ്പോർട്ട് ചെയ്യുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.